ഈ സമയത്താണ് പാരലൽ കോളേജ് സമരം നടക്കുന്നത്. അതായത് പാരലൽ കോളേജ് എന്ന് പറഞ്ഞാൽ സാധാരണ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ, അത് മാർക്ക് കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും, അങ്ങനെയുള്ള കുട്ടികൾക്ക് പാരലായിട്ട് പഠിക്കാം. അത് ഈ ലാബില്ലാത്ത സബ്ജക്റ്റുകളെ പറ്റും. അതായത് ഹിസ്റ്ററി, ആർട്സ്, എക്കണോമിക്സ് അങ്ങനത്തേതൊക്കെ. അല്ലാതെ സയൻസ് ഗ്രൂപ്പുകളൊന്നും പറ്റത്തില്ല. അതിനൊക്കെ ലാബ് വേണം. ലാബിന് അംഗീകൃത കോളേജുകൾ വേണം. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് തിയറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കുന്ന, അതായത് സയൻസ് അല്ല ഹിസ്റ്ററി, അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിൽ അവർക്ക് പാരലൽ കോളേജിൽ പഠിച്ചിട്ട് അവർക്ക് മറ്റേ കുട്ടികൾ എഴുതുന്ന പോലെ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാം. അപ്പം ഈ പാരലൽ കോളേജ് ഒട്ടനവധി പാരലൽ കോളേജുകളുണ്ടായിരുന്നു. അപ്പോൾ പാരലൽ കോളേജുകളിൽ എം പി പോൾ എന്നും പറഞ്ഞ് ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്. പുള്ളി ഈ പാരലൽ കോളേജ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അപ്പം പാരലൽ കോളേജുകളിൽ ഫീസ് ഏകീകരിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു സമരം. ആ സമരത്തിൽ രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ആൻ്റണിയുടെ KSUവും SFIയുടെ ഒരുമിച്ചാണ് സർക്കാരിനെതിരെ സമരം ചെയ്തത്. അതിൽ SFIയുടെ നേതാവായി വന്നത് K. ബാലൻ, ഇപ്പോഴത്തെ CPMലെ മുതിർന്ന നേതാവ്. KSUവിൻ്റെ നേതാവായിട്ട് വന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാവായി ഇപ്പോൾ അറിയപ്പെടുന്ന ബെന്നി ബെഹനൻ. ഇവർ രണ്ടുപേരും കൂടിയാണ് അന്ന് പാരലൽ കോളേജ് സമരം നേതൃത്വം നൽകിയത്. അങ്ങനെ ഈ ഒരു സമയത്താണ് CPI ദേശീയ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ CPIക്ക് ഒരു വീണ്ടും വിചാരമുണ്ടാകുന്നു. ഇടതുപക്ഷ കക്ഷികളും ഇടതുപക്ഷ ആദർശങ്ങളുമുള്ള എല്ലാ പാർട്ടികൾക്കും കൂടെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നു. അങ്ങനെ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി CPI CPMനൊപ്പം ചേരുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ഇടതുപക്ഷ മുന്നണി ഉണ്ടാകുന്നു. അതിൽ CPIM, CPI, പിന്നെ RSP, പിന്നെ ഫോർവേഡ് ബ്ലോക്ക്, ഇങ്ങനെ 4 പാർട്ടികൾ കൂടുന്ന ഒരു ഇടതുപക്ഷ ഐക്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അപ്പോൾ CPIക്ക് ഈ സന്ദർഭത്തിൽ CPI അടിയന്തരാവസ്ഥയെ എതിർക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ഇടതുപക്ഷ ഐക്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്തതോടെ അവർ സർക്കാരിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ PKV പോയപ്പോൾ മുഖ്യമന്ത്രി പദം രാജിവെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ മലബാറിൽ മാത്രം സ്വാധീനമുണ്ടായിരുന്ന പാർട്ടിയായ മുസ്ലിം ലീഗിന് ഒരു മുഖ്യമന്ത്രിയെ ലഭിക്കുകയാണ്. അങ്ങനെ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി വരുന്നു. ഇതേ സമയം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഐയിൽ ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള വയലാർ രവി, KP ഉണ്ണികൃഷ്ണൻ, രണ്ടുപേര് ഇന്ത്യക്കെതിരെ തിരിയുകയാണ്. ഈ KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ഡൽഹിയിലുണ്ടായിരുന്ന വളരെ പ്രശസ്തനായ ഒരു പ്രഗത്ഭനായ ഒരു ജേർണലിസ്റ്റാണ്. അപ്പൊ പുള്ളി പിന്നീട് ഇന്ത്യയുടെ വിശ്വസ്തനാവുക. അപ്പൊ വയലാർ രവി പുള്ളി ആദ്യം വിശ്വസ്തനായിരുന്നു, പിന്നീട് ഇന്ത്യക്കെതിരെ തിരിയുകയാണ്. അതിനുശേഷം അപ്പോൾ വയലാർ രവി, KP ഉണ്ണികൃഷ്ണൻ, പിന്നെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ദേവരാജ് അരശ്. അപ്പോ ഈ ഇന്ദിര കോൺഗ്രസ് പിന്നെയും ഭിന്നിക്കുകയാണ്. ഇവരും ദേവരാജ് അരശ് എല്ലാം കൂടി മറ്റൊരു കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. കോൺഗ്രസ് യു. അരശിൻ്റെത് യു ആണ്. ദേവരാജ് അരശ് കർണാടക മുഖ്യമന്ത്രിയാണ്. അങ്ങനെ കോൺഗ്രസ് യു ഉണ്ടാകും. കോൺഗ്രസ് യു ഉണ്ടായപ്പോൾ കേരളത്തിലെ ആന്റണി പക്ഷം ആരോടെ കൂടുന്നു? കോൺഗ്രസ് യുവിലേക്ക് ചേരുന്നു. എന്നിട്ട് ഇവര് EMSുമായിട്ട് സംഭാഷണങ്ങളൊക്കെ ആരംഭിക്കുന്നു. ക്രമേണ ആന്റണി പക്ഷത്തുള്ള VM സുധീരൻ, ആര്യാടൻ മുഹമ്മദ്, KSU പ്രസിഡന്റായ AK ശശീന്ദ്രൻ,
കോൺഗ്രസിലെ യുവ നേതാവായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇവരൊക്കെ ഇടതുപക്ഷത്തേക്ക് പോകാൻ തയ്യാറാവുകയാണ്.